നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിലൊരു വള ചെയ്ത് നോക്കാം. ഇത്രയും നമ്മൾ വേറെ വീഡിയോസിലൊക്കെ ചെയ്തിരിക്കുന്ന വളകൾ എന്തെങ്കിലും കെട്ടുകൾ ഉണ്ടാവും, കുറച്ച് നമുക്ക് ചെയ്യാൻ വർക്കുള്ള ടൈപ്പാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കിളാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഇത് സാധാരണ ബാങ്കിൾ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ 2 വളകൾ കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട് ഫെവിക്കോൾ വെച്ചിട്ട്. അതല്ലെങ്കിൽ സിംഗിളായിട്ട് മതി. ഇത് ഒരു വളയിൽ ചെയ്താലും മതി. ഇപ്പോൾ 2 വേണമെന്നില്ല, വീതിയൊന്നും ആവശ്യമില്ല. നമുക്ക് വീതി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വീതി വേണമെങ്കിൽ എടുക്കാം, മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നൈലോൺ ത്രെഡാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയിരിക്കാൻ വേണ്ടി ഫെവിക്കോൾ വെച്ചിട്ട് അത് സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള പോലെ തന്നെ പശ ഒട്ടിച്ചിട്ട് ഒരു ക്ലിപ്പ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. എന്നിട്ട് ഇതിനെ ചുമ്മാ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. നമ്മളിതിങ്ങനെ ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളയിലേക്ക് നമ്മൾ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ കൊടുത്ത് ഇട്ടേക്കണം. അത് അധികം ആവണ്ട, കുറേശ്ശെ കൊടുത്താൽ മതി. വളരെ കുറച്ച്, അധികം ആവേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ഇങ്ങനെ കൊടുത്തിട്ട് അത് മുഴുവനും കൊടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് പോയാൽ മതി. നമ്മൾ ചുറ്റുന്നതനുസരിച്ച് കൊടുത്ത് പോയാൽ മതി. ഏകദേശം ഇപ്പോൾ ത്രെഡിൻ്റെ അളവെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളയുടെ അളവെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 4 ഇരട്ടിയും എടുത്ത് വെച്ചോ. പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് തീർന്നു പോകില്ല. അതാണ് അളവെടുക്കേണ്ടത്. അത് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വേണ്ടി വരും. ഇതിന് കാര്യമായിട്ടൊന്നും നോക്കാനൊന്നുമില്ല. അത് ഇങ്ങനെ പിരിഞ്ഞൊന്നും വരുമൊന്നുമില്ല. എന്നാലും ഒന്ന് ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും സ്ട്രെയിറ്റ് ആണോ എന്നൊന്ന് നോക്കി പോയിട്ടോ. കാരണം ഇത് ത്രെഡ് ഉരുണ്ടിരിക്കുന്നതാണ്, അപ്പോൾ അത് പിരിഞ്ഞൊന്നും വരണ്ട. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു വളയാണ്. കാരണം ഇത് നമ്മൾക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് കളറിന് മാച്ച് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ സിംഗിൾ കളറായിരിക്കും ഇത് മിക്കവാറും ഭംഗിയായിട്ട് വരിക. നമുക്കിപ്പോൾ ഡബിൾ കളർ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് 2 കളർ വേണം, ഒരു സൈഡിൽ ഒരു കളർ മറ്റേ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴേ നമുക്കിതിന് കറക്റ്റ് അളവിലെടുക്കുക, ഒന്ന് മാർക്ക് ചെയ്യുക. ടേപ്പ് വെച്ച് അളന്നിട്ട് 2 സൈഡൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ അളവിലേക്ക് നമുക്ക് ഒരു കളർ ഇടുക, അവിടെ കട്ട് ചെയ്ത് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് മറ്റേ കളറിന് ഇതുപോലെ തന്നെ. ഇത് എളുപ്പമുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടൊന്നും വരുന്നില്ല. നമ്മൾ അടിയിൽ വെറുതെ സ്റ്റിക്ക് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ കെട്ടൊന്നുമില്ല. അടുത്ത കളർ നമുക്ക് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോകാം. അങ്ങനെ നമുക്ക് എത്ര കളർ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ 4 കളർ വേണമെന്നുണ്ടെങ്കിൽ 4 കളർ എടുക്കാം. ഇതിങ്ങനെ ചെയ്ത് നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തീരുന്ന സമയത്ത് നമ്മൾ അടിയിലാണ് അതിന് ഗ്ലൂ ഇട്ട് കൊടുക്കേണ്ടത്. എപ്പോഴും അടിയിൽ സ്റ്റോപ്പ് ചെയ്യുക. അടിയിൽ ഗ്ലൂ ഇട്ട് കൊടുത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള പീസ് ചേർത്ത് അങ്ങോട്ട് കട്ട് ചെയ്യും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഞങ്ങൾ ചേർത്ത് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് സുഖമായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തന്നെ ചെയ്തത് കംപ്ലീറ്റ് ചെയ്തതാണത്. ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത് കുറച്ചും കൂടി വളരെ തിന്നായിട്ടുള്ളൊരു ത്രെഡാണ് യൂസ് ചെയ്യണേ. ആക്ച്വലി ഇത് തയ്ക്കുന്ന ത്രെഡാണ്, നമ്മൾ അതാണ് യൂസ് ചെയ്തേക്കണം. പിന്നെ അത് മുഴുവൻ ചുറ്റി കഴിഞ്ഞിട്ട് ഇത് വേറെ ഒരു കോൺട്രാസ്റ്റ് കളർ എടുത്തിട്ട് ചുമ്മാ ചുറ്റി കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ വന്നിട്ട് വേറെ കളർ അടിയിൽ നിന്ന് പശ വെച്ച് ഒരു 4 ചുറ്റ് 5 ചുറ്റ് അത് നമ്മുടെ ഇഷ്ടം പോലെ വെറുതെ ചുറ്റി പശ വെച്ചിട്ട് തന്നെ ചുറ്റി അത് 1 2 സ്ഥലത്ത് 3 സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വെറുതെ ചുറ്റി കൊടുത്തിട്ടുള്ളൂ. ഇത് അത്ര അങ്ങനെ ചെയ്തിരിക്കണം. ഈ 2 പീസ് ചെയ്തിരിക്കണം. അത് നമുക്ക് ഏതെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു 3D ലുക്കും കൂടെ അതിന് കിട്ടും. കാരണം ഇതിൻ്റെ നീളം കൂട്ടി ഒരു 4 പീസ് എടുത്തേക്കുമ്പോഴത്തേക്കും അത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു കളർ എടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന് ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. ചുമ്മാ ചുറ്റുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ അതിൻ്റെ ഡിസൈൻസ് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന വളരെ ഭംഗിയുള്ളൊരു വളയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം.